ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് ആ കഷ്ടം എന്നല്ലാതെ എന്താണ് പറയുക. ഈ സമൂഹത്തിൽ ദോഷൈക ദൃക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഏതൊരു നല്ല കാര്യത്തിനിടയിലും ദോഷം മാത്രം കാണാൻ ശ്രമിക്കുന്ന അത് ചില ജീവികളുടെ ശീലം. ഏത് മെച്ചപ്പെട്ട സാധനം ഉണ്ടെങ്കിലും അഴുക്കിൽ പോയി പറ്റുന്ന ഒരു സമീപനമുണ്ടല്ലോ, അത് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ അക്കാര്യത്തിൽ പറയുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് എന്തോ ഒരു മുഹമ്മദ് റിയാസിന്റെ പേര് വലിയ ചർച്ചയായി വരാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇത് ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ ആ കഷ്ടമെന്നല്ലാതെ എന്താ പറയുക. ഈ ഉദ്ഘാടനത്തെ കുറിച്ച് നിങ്ങൾ ഇന്നാണോ അറിഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് മറ്റ് സംവിധാനങ്ങളൊക്കെ പരാജയമല്ലേ? നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിട്ടും എന്താണ് മുഹമ്മദ് റിയാസിന്റെ പേരില്ലാത്ത കാര്യം നിങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്? എങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇന്ന് രാവിലെയാണ് അറിയിപ്പ് കിട്ടിയതെന്ന്, നേരത്തെ അറിഞ്ഞില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയണ്ടേ? അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഇന്ന് മുഹമ്മദ് റിയാസിന് ഒരു ഹീറോ പരിവേഷം കൊടുക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണോ എന്നുള്ളത് സംശയമാണ്. അതിനപ്പുറത്ത് ഒരു കാര്യം കൂടി പറയാം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ മറന്നുപോയ പിണറായി വിജയൻ സർക്കാരിന് BJP-ക്കാർ കൊടുത്ത പ്രത്യുപകാരമാണെന്ന് ആളുകൾ പറഞ്ഞ കുറ്റം പറയാൻ പറ്റുമോ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ കുമ്മനം രാജശേഖരൻ ഒളിച്ചു കടന്ന് കയറിയിരുന്നപ്പോൾ അതിന്റെ കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ മറന്നുപോയതിന്റെ പ്രത്യുപകാരം BJP തന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയപ്പോൾ നിങ്ങൾക്ക് സങ്കടം കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.